എപ്പോഴോ മയങ്ങിപ്പോയിരുന്ന എന്നെ അവളുടെ മുടിയിഴകളിൽ നിന്ന് വന്ന ആ കാച്ചിയ എണ്ണയുടെ മണം വീണ്ടും വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പതുക്കെ കണ്ണു തുറന്ന് മുഖം ചിരിച്ച് അവളെ നോക്കി. നല്ല ഉറക്കമാണ്, വേണ്ട ഉണർത്തണ്ട, ഉറങ്ങിക്കോട്ടെ. കാറിന്റെ പിൻസീറ്റിൽ എന്റെ തോളിൽ തലവെച്ച് അവൾ ഉറങ്ങുമ്പോൾ ഒരുപാട് നാളത്തെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിലെ കടം വീട്ടുകയാണെന്ന് എനിക്ക് തോന്നി. നാട്ടിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് പുതിയതായി വീട് മാറി വന്ന അവൾ ആദ്യമായി ക്ലാസ്സിൽ വന്ന അന്നു മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ കാരണം തന്നെ അവളുടെ ഇടതൂർന്ന മുടിയിഴകളിൽ നിന്ന് വന്ന കാച്ചിയ എണ്ണയുടെ മണമായിരുന്നു. കാച്ചിയ എണ്ണയിൽ ഒരു പ്രണയം മുട്ടിടാൻ 1 വർഷം തന്നെ ധാരാളം. അവളുടെ തലമുടി വളർന്ന് മുട്ടപ്പമെത്തിയപ്പോഴേക്കും എന്റെ മുഖത്തും താടിരോമങ്ങൾ വളർന്നു തുടങ്ങി. കല്യാണാലോചന ആരംഭിച്ചപ്പോൾ തന്നെ കൗമാര പ്രണയമെന്ന് പറഞ്ഞ് വീട്ടുകാർ പുച്ഛിച്ചു തള്ളി. അവളുടെ കഴുത്തിൽ എവിടെ നിന്നോ വന്ന ഒരുത്തൻ താലി ചാർത്തിയ അന്ന് രാത്രി ജീവിതത്തിൽ ആദ്യമായി ഞാൻ ബിയർ ബോട്ടിലിന്റെ അടപ്പ് പൊട്ടിക്കാൻ പഠിച്ചു. ബിയറിന്റെ മണവും അവളുടെ തലയിൽ നിന്ന് വന്നിരുന്ന കാച്ചിയ എണ്ണയുടെ മണം പോലെ എന്റെ സിരകളിൽ ലഹരി നൽകുന്ന മറ്റൊന്നാണെന്ന എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിയത് വീണ്ടും അവളെ ഈ മഹാനഗരത്തിൽ വെച്ച് കണ്ടുമുട്ടിയതിൽ പിന്നെയാണ്. ആരുടെയൊക്കെയോ നിർബന്ധത്തിന്, അതുമല്ലെങ്കിൽ ഏതോ ഒരു പാതിരാത്രി തോന്നിയ വാശിപ്പുറത്ത് അവളെ നാടുകടത്തിയതിന്റെ വാർഷികത്തിന്റെ അന്ന് ഞാനും കല്യാണം കഴിച്ചു. കല്യാണപ്പന്തൽ അഴിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഞാൻ അറിയാതെ ഒരു പുതിയ പേര് വീണിരുന്നു: വേശ്യയുടെ കെട്ടിയോൻ. മറഞ്ഞു കിടന്നിരുന്ന സത്യങ്ങൾ ഓരോന്നായി പുറത്തുവരാൻ തുടങ്ങിയതിന്റെ 3ാം പക്കം അവളെ അവളുടെ പാട്ടിന് വിട്ട് രാത്രി ആരോടും പറയാതെ കള്ളവണ്ടി കയറി എത്തിയത് മുംബൈ മഹാനഗരത്തിൽ. ഇവിടെ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പല പല വേഷങ്ങൾ കെട്ടിയപ്പോഴെല്ലാം പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലായിരുന്നു. നാട്ടിൽ ഒരിക്കൽ പോലും പോകണമെന്ന് തോന്നിയിട്ടില്ല, ആരെയും കാണണമെന്നും. എന്നിരുന്നാലും ഇടയ്ക്കെപ്പോഴൊക്കെയോ ആ കാച്ചിയ എണ്ണയുടെ മണമുള്ള അവളെ മാത്രം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. മുംബൈ നഗരത്തിനു പല പല മുഖങ്ങളും നിറങ്ങളുമുണ്ടെങ്കിലും എനിക്കിഷ്ടം ചുവപ്പിനോടായിരുന്നു. രാത്രികളിൽ ആ ഇടുങ്ങിയ ഗല്ലികളിലെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട പെൺജന്മങ്ങൾക്കൊപ്പം അന്തിയുറങ്ങിയിരുന്ന രാത്രികളിൽ ഒരിക്കൽ പോലും ഞാൻ ആ കാച്ചിയ എണ്ണയുടെ മണം തിരഞ്ഞിരുന്നില്ല. ഇന്നത്തേക്ക് 1 മാസം മുന്നേ കാറ്റുകൾ പോലും കടന്നു ചെല്ലാത്ത ഇരുൾ നിറഞ്ഞ ആ മുറികളിൽ ഒന്നിൽ ക്ഷീണത്താൽ മയങ്ങിയ സമയത്തെപ്പോഴോ എവിടെ നിന്നോ വന്ന ഒരു കാറ്റിൽ ആ കാച്ചിയ എണ്ണയുടെ മണമുണ്ടായിരുന്നു. അതിന് പിറകെ പോയ എന്റെ കണ്ണുകളെ വിശ്വസിക്കാമോ എന്നുവരെ എനിക്ക് തോന്നിയ ആ നിമിഷം ഞാൻ അവളെ വീണ്ടും കണ്ടു. ആ ചുവന്ന തെരുവിലെ ഏറ്റവും സുന്ദരിയായ വേശ്യയെ. അല്ല, ഞാൻ താലി ചാർത്താൻ ആഗ്രഹിച്ച കാച്ചിയ എണ്ണയുടെ മണമുള്ള ആ നീളൻ മുടിക്കാരിയെ. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ ഒരു ചിരിയുടെ ആവശ്യം മാത്രമേ വേണ്ടി വന്നുള്ളൂ. പിന്നീടുള്ള എല്ലാ രാത്രികളും ആ ഇരുട്ടുള്ള റൂമിൽ ഞാൻ അവളുടെ കൂടെയായി. അവിടുന്ന് അവളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടു പോരുന്ന ഈ സമയം വരെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അനുഭവങ്ങളും നഷ്ടങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു. ഓരോ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയ എന്നെ അവൾ ചേർത്ത് പിടിച്ചപ്പോഴാണ് കണ്ണു തുറന്നത്. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ഡ്രൈവർ, ഇനിയും ഒരുപാട് ദൂരമുണ്ടോ? ഒരു 10 മിനിറ്റ് കൂടെ യാത്രയുണ്ട്. അല്ല, നിങ്ങളുടെ നാട് തന്നെയല്ലേ? വഴിയൊക്കെ മറന്നോ? ഡ്രൈവറുടെ ചോദ്യം. 20 വർഷം എന്റെ നാട് ഒരുപാട് മാറിയിരിക്കുന്നു. അടുത്ത കവലയിൽ ഡ്രൈവർ റോഡിന്റെ ഓരം ചേർന്ന് വണ്ടി നിർത്തി. സർ, സ്ഥലമെത്തി. ഡോർ തുറന്ന് അവളെയും പിടിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, അന്നൊരിക്കൽ ഞാൻ അറിയാതെ വേശ്യയെ കെട്ടിയെങ്കിൽ ഇന്നിതാ ഞാൻ വേശ്യാ തെരുവിൽ നിന്നൊരുവളെ രക്ഷപ്പെടുത്തി ഭാര്യയാക്കിയിരിക്കുന്നു. അതെ, വേശ്യയുടെ കെട്ടിയോൻ.